ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാകും. ബുദ്ധൻ്റെ ജ്ഞാനം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഒരു ദിവസം ബുദ്ധനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, നിങ്ങൾ ഒരിക്കൽ ഈ ലോകം വിട്ടുപോയാൽ ഞങ്ങളെ നയിക്കാൻ ആരുണ്ടാകും? ബുദ്ധൻ പുഞ്ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, അത്ത ദീപോഭവ, സ്വയം നിങ്ങളുടെ വെളിച്ചമാകുക. ഈ ഒരു വാചകത്തിൽ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ജ്ഞാനമുണ്ട്. കാരണം നിങ്ങളെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും വരില്ല. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഒരു അത്ഭുതവും സംഭവിക്കില്ല. നിങ്ങളുടെ ഇരുട്ടിനെ അകറ്റാൻ കഴിയുന്ന യഥാർത്ഥ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലാണ്. ഇതിൻ്റെ ഭാഗം 1 പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ വെളിച്ചം തേടുന്നത്? നമ്മളിൽ പലരും ജീവിതം മുഴുവൻ ആരെയെങ്കിലും കാത്തിരിക്കുന്നു. ഒരു നല്ല ജോലി ലഭിച്ചാൽ സന്തോഷിക്കും. ആരെങ്കിലും എന്നെ മനസ്സിലാക്കിയാൽ ജീവിക്കാൻ കഴിയും. പണം വന്നാൽ ജീവിതം മാറും. ആരെങ്കിലും എന്നെ പ്രചോദിപ്പിച്ചാൽ ഞാൻ വിജയിക്കും. പക്ഷേ ഇങ്ങനെ കാത്തിരുന്നവരുടെ ജീവിതം പലപ്പോഴും കാത്തിരിപ്പിൽ തന്നെ അവസാനിക്കുന്നു. ബുദ്ധൻ പറഞ്ഞു, മറ്റുള്ളവർ വഴി കാണിച്ചു തരും, എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങളാണ്. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നിമിഷം തന്നെയാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. ഭാഗം 2, വെളിച്ചം പുറത്തല്ല ഉള്ളിലാണ്. ഇരുണ്ട മുറിയിൽ ഒരു ചെറിയ മെഴുകുതിരി തെളിഞ്ഞാൽ ഇരുട്ട് ഓടി മറിയും. അതുപോലെ മനസ്സിൽ ഒരു ചെറിയ ബോധോദയമുണ്ടായാലും ഭയം കുറയും, സംശയങ്ങളില്ലാതാകും, ആത്മവിശ്വാസം വളരും. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ മനസ്സാണ്. പുറത്തെ ലോകം മാറണമെന്നില്ല, പക്ഷേ നിങ്ങൾ മാറിയാൽ നിങ്ങൾ കാണുന്ന ലോകം മാറും. ഭാഗം 3, സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ജീവിതത്തിൽ പരാജയം വന്നാൽ നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെയും വിധിയെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ചെയ്താൽ നമ്മുടെ ശക്തി മറ്റുള്ളവരുടെ കൈകളിലേക്ക് നാം തന്നെ കൈമാറുകയാണ്. ബുദ്ധൻ പഠിപ്പിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളാണ്. ഇന്നത്തെ തീരുമാനങ്ങളാണ് നാളത്തെ ജീവിതം നിർമ്മിക്കുന്നത്. ചെറിയ നല്ല ശീലങ്ങൾ, ചെറിയ ശരിയായ തീരുമാനങ്ങൾ, ചെറിയ ആത്മവിശ്വാസം, ഇവയാണ് വലിയ വിജയങ്ങളുടെ വിത്തുകൾ. ഭാഗം 4, ഭയത്തെ തോൽപ്പിക്കുന്ന വെളിച്ചം. ഇരുട്ടിനെതിരെ പോരാടാൻ ശ്രമിക്കേണ്ട ഒരു വിളക്ക് തെളിയിച്ചാൽ മതി. അതുപോലെ ഭയത്തിന് എതിരെ യുദ്ധം ചെയ്യേണ്ട അറിവ് വളർത്തുക, ധൈര്യം വളർത്തുക, അനുഭവങ്ങൾ സമ്പാദിക്കുക. അപ്പോൾ ഭയം സ്വയം അപ്രത്യക്ഷമാകും. ബുദ്ധൻ്റെ ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. രാജകുമാരനായിരുന്ന സിദ്ധാർത്ഥൻ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു സത്യത്തെ തേടി സ്വയം കണ്ടെത്തി. അവിടെയാണ് ബുദ്ധൻ ജനിച്ചത്. ഭാഗം 5, സ്വയം വിശ്വസിക്കുക. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കണമെന്നില്ല. പലരും നിങ്ങളെ വിമർശിക്കും, ചിലർ പരിഹസിക്കും, ചിലർ നിങ്ങളെ തടയാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന നിമിഷം ലോകം ക്രമേണ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങും.
അതുകൊണ്ട് ഓർക്കുക, ഒരു വൃക്ഷം വളരുമ്പോൾ അതിൻ്റെ വേരുകൾ ആദ്യം വളരുന്നു, പുറത്ത് ഒന്നും കാണാനാകില്ല, പക്ഷേ അകത്ത് വലിയ മാറ്റം നടക്കുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. ഭാഗം 6, ഓരോ ദിവസവും ഒരു പുതിയ തുടക്കം. ഇന്നലെ സംഭവിച്ചതെന്തും ആയിക്കോട്ടെ, ഇന്ന് ഒരു പുതിയ ദിവസമാണ്. പുതിയ ചിന്തകൾ തിരഞ്ഞെടുക്കാം, പുതിയ ശീലങ്ങൾ ആരംഭിക്കാം, പുതിയ സ്വപ്നങ്ങൾ കാണാം. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനം 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിയേക്കാം. അതുകൊണ്ട് മറ്റാരെങ്കിലും വന്ന് നിങ്ങളുടെ ജീവിതം മാറ്റുമെന്ന് പ്രതീക്ഷിക്കരുത്. ആദ്യ ചുവട് നിങ്ങൾ തന്നെ നോക്കണം. അപ്പം അവസാനമായി ബുദ്ധൻ്റെ ഏറ്റവും മഹത്തായ സന്ദേശം അത്തദീപോ ഭവ, സ്വയം നിങ്ങളുടെ വെളിച്ചമാവുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നായകൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വിജയത്തിൻ്റെ ശില്പി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടവും നിങ്ങൾ തന്നെയാണ്. ഇന്നു മുതൽ മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നതിനേക്കാൾ സ്വന്തം മനസ്സിൻ്റെ ശബ്ദം കേൾക്കുക. മറ്റുള്ളവരുടെ വെളിച്ചം അന്വേഷിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം തെളിയിക്കുക. കാരണം ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൻ്റെ വെളിച്ചമാകുന്ന നിമിഷം അവനെ ഇരുട്ടിലാക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടൂ. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓർമ്മിക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വെളിച്ചം മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചിലർക്കെങ്കിലും പ്രയോജനപ്പെടും. അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ. ബൈ.